അപ്പൊ നല്ല കുട്ടികളൊക്കെ ആയിട്ട് പഠിക്കുക. ഏത് കോഴ്സ് എടുക്കണ കാര്യങ്ങളൊക്കെ രണ്ടുപേരും ഒരേ കോഴ്സ് 2 സ്ഥലങ്ങളിൽ പോയി പഠിക്കാൻ പോവുക, പുറത്ത് പോയി പഠിക്കാൻ പോവുക. പഠിച്ച് ഇതുപോലെ തന്നെ സൂപ്പറായിട്ട് വരിക. എവിടെ പോയാലും പ്രാർത്ഥിക്കുക കേട്ടില്ലേ. എന്തുണ്ടെങ്കിലും നമ്മളുടെ അടുത്തൊക്കെ പറയാ. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോവാ. ലെറ്റ്സ് ഗോ. അപ്പൊ ഗായ്സ് ഞങ്ങള് വെട്ടുകാട് പള്ളിയുടെ അവിടേക്ക് എത്തിയിട്ടാ. നടന്നോളാ അങ്ങോട്ട് മെഴുകുതിരിയാ മെഴുകുതിരി മേടിച്ചോ. ഉണ്ടാവും ഇവിടെ അനുമാൻ ഉണ്ടാവും. അല്ലെങ്കിൽ അവിടെ നിന്ന് മേടിച്ചോ. പിടിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഇവരെന്തായാലും പോണതല്ല. അപ്പൊ എന്തായാലും ഇവര് നെറ്റി പിടിച്ച് പ്രാർത്ഥിക്കട്ടെ, നല്ലത് വരട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം കിട്ടി. അതെ, പോണേക്കാളും മുന്നേ ഇവർക്ക് അനുഗ്രഹം കിട്ടി, ബ്ലെസ്സിങ് കിട്ടി. അതെ, അതെ. മെഴുകുതിരി മേടിച്ചിട്ടോ. മെഴുകുതിരി രണ്ടാളും പഠിക്കാൻ പോവല്ലേ. അതെ, സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഓടിപ്പോയ ആളാ. അപ്പൊ മനുവിന്റെ റിസൾട്ട് ലഡു കിട്ടിയായിരുന്നു. നമ്മളുടെ മിഠായി അവിടെ മേടിച്ചു വെച്ചിട്ടുണ്ട്. അതുങ്ങൾ അവിടെ ഇല്ലാത്ത കാരണം അവിടെ ആരും ഇല്ലാത്ത കാരണം നമ്മളിപ്പൊ കൊടുത്തിട്ടില്ല. എല്ലാരും വരുമ്പോ നമ്മളെല്ലാവർക്കും കൊടുക്കാനുള്ള മനുവിന്റെ ഫാമിലിയാണ്. എല്ലാവരും ഹായ് പറഞ്ഞു. എക്സൈറ്റ്മെന്റ് കൂടിയതാ. ചടാ അപ്പൊ നമ്മളത് ഇവിടെയാണ് മെഴുകുതിരി തീനാട്ടാ. നമ്മള് നേരത്തെ വെട്ടുകാട് വന്നിട്ടുണ്ട്. അപ്പൊ വന്നപ്പോ അറിയാത്തവരുള്ളവർക്ക് വേണ്ടി പറഞ്ഞുതരാണ്. ഇവിടെ മെഴുകുതിരി കത്തിക്കണ സ്ഥലമാണ്. ഇവിടെ ക്രിസ്തുരാജന്റെ പ്രാർത്ഥിക്കണ സ്റ്റാച്ചു ഉണ്ട്. അപ്പൊ അതെവിടെയാണ്. എങ്കിലും പ്രാർത്ഥിച്ചിട്ട് കത്തിച്ചോളാം. It has been good to us for you before. Act to us to lay upon you no greater burden than all the people created. Oh God, be gracious. അപ്പൊ ഉള്ളില് അവിടെ അപ്പുറത്തോടെ കയറിയാൽ മതി. അപ്പൊ ഉള്ളില് ഫുള്ള് നമ്മുടെ കുർബാന നടക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ കിലോ എങ്ങനെയുണ്ട്? നൈസ് വൈബ് അല്ലേ?
ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാൻ പറ്റില്ല. ആ ചെറിയ ബ്ലാക്ക് വേണ്ട വർക്ക് വേണം നീ. അപ്പൊ ഞങ്ങളിത് ഉള്ളിലേക്ക് കയറാൻ പോകുന്നുണ്ട്. അവിടെ ഇംഗ്ലീഷ് മാസം നടക്കുന്നുണ്ട്. കുറച്ച് നേരങ്ങളിൽ നമുക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് പോകാൻ പറ്റുമോ? കാരണം 8:30-ക്കാണ് അവൻ്റെ ബസ്. ഞാൻ വരും. അപ്പോ ഇവിടെയൊക്കെ ഇരുന്ന് കുറെ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞിട്ടൊക്കെ പോകേണ്ട ആളാണ്. പ്ലാൻ ഇട്ടതായിരുന്നു, പക്ഷെ നമുക്ക് പോണം. അതെ, പെട്ടെന്ന് ധൃതി. അല്ലെങ്കിൽ നാളെ വൈകുന്നേരമൊക്കെ പോയാൽ മതിയായിരുന്നു. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇന്നൊക്കെ വന്ന് ഇവിടെ റിലാക്സ് ചെയ്ത് സൂപ്പറായിട്ട്. ഇതേ ചെരുപ്പ് ഇതേ ഡ്രസ് ഇട്ട പൊന്നെ അവിടെയും വീണേ. വീഴല്ലേ, ചെരുപ്പും വ്യത്യാസമൊന്നുമില്ല പറയുന്നുണ്ട്. തന്നെയാ ഈ ഉറപ്പ ചെരുപ്പ്. അപ്പൊ ഇവിടത്തെ ഒന്ന് പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞു. അപ്പൊ ഇനി വേളി പള്ളിയിലേക്ക് പോവാണ് ഗൈസ്. അപ്പൊ എന്തൊരു പ്രാർത്ഥിച്ചേ എന്നാലും പറഞ്ഞ കാര്യം നടന്നു കഴിഞ്ഞാൽ ഇവിടെ വരണം, നന്ദി പറയാം. ഓഹോ, അത്ര വലിയ കാര്യമാണോ? ഇനി വലിയ കളികൾ മാത്രം. ഇനി ചെറിയ ചെറിയ കളികളൊന്നുമില്ല, ഇനി വലിയ കളികളിലേക്ക്. കൊള്ളാം, ഇവിടെ അടിപൊളിയാ. ഇവിടുത്തെ പള്ളികൾ മൊത്തം എല്ലാം നമ്മുടെ പള്ളിയിൽ ഇങ്ങനെ കസേരയൊക്കെ വീടിന് ആൾക്കാർ കളിക്കുക. അല്ല ഇവിടുത്തെ എഫക്ട് തോന്നുന്നു എനിക്ക്. ശരിയാ, ഞങ്ങൾ വന്ന ആദ്യം നേരെ അതെ വേളി പള്ളിയിലൂടെ പോയിട്ട് അതെ അതെ. അപ്പൊ കുറച്ച് ദൂരം ഉണ്ടാവും, കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തണ്ടേ. അപ്പൊ ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൂട്ടേണ്ടി വരും അങ്ങോട്ട്. ട്രാഫിക് ഉണ്ടെങ്കിൽ വേറെ. നമ്മളവിടെ എത്ര നേരം വെയിറ്റ് ചെയ്താലും പ്രശ്നമില്ല, കാരണം ഇത് ഹോൾട്ട് ചെയ്യണ സ്ഥലമല്ല. ബസ് വന്നിട്ട് അവര് സ്റ്റോപ്പാണ്. അപ്പൊ വന്ന ശേഷം അവര് വണ്ടി എടുത്ത് പോവും. വിളിക്കും, ആളില്ലാന്നുണ്ടെങ്കിൽ അപ്പൊ പടയ്ക്കും അവര്. അപ്പൊ അത് കാരണം ഇവിടെ നിന്ന് വേളിയും കൂടി കയറി പ്രാർത്ഥിച്ചിട്ട് വേഗം പോവാം. അപ്പൊ ഞങ്ങളത് വേളി പള്ളിയുടെ അവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വേളി പള്ളി കാണാത്തവരുണ്ടെങ്കിൽ കാണാം, പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക, ഇതിലൂടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞവരും പ്രാർത്ഥിക്കുക. ആ ഇത് വാടി ആടിശ് ഇവിടെ എത്തിയപ്പോൾ ഇറങ്ങിയിട്ടാ എന്താ. അപ്പൊ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ബാഗ് ഇവിടെ നിന്ന് പോകണം എന്ന് വെച്ചിട്ടാണ്. പന്തോണിസ് പുണ്യാളുടെ പള്ളിയാണ് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ഇങ്ങോട്ടാണ്. അപ്പോൾ ഗിൽബർട്ട് വന്നപ്പോൾ ഗിൽബർട്ടിനൊന്ന് കൊണ്ടുവന്ന് ഇവിടെ പ്രാർത്ഥിച്ച്, അവൻ ആദ്യമായിട്ടല്ലേ വരണേ. അപ്പോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് പോകാമെന്ന് വെച്ചു. മടിയിട് ഇവിടെ ഇവിടെ. അടി നാച്ചിട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും പ്രാർത്ഥിച്ചു. ഇനി പള്ളിയിലേക്കാണ്. അവിടെയും കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്.
മോളിൽ കൂടെ കേട്ടോ. അപ്പൊ ഇനി പള്ളിയിലേക്ക് പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് വരാം. ഗോവനോ ഒടിവാ അടിപൊളിയില്ലേ? അടിപൊളി. അപ്പൊ എവിടെ പോയാലും ആൾക്കാരുണ്ടോ? ചെറുതുണ്ടല്ലേ? ഓ ചായടോ സോപ്പ് കൈ പോകും. ചെറുതുണ്ട്. അതാ എന്റെ അമ്മയുടെ പോലെ തന്നെ ഉണ്ട് കറക്റ്റ്. ആ ഇത് പൊറോട്ടയിലുള്ള അല്ലേ ബാംഗ്ലൂരിലെ പോലത്തെ അല്ലേ കട സാധനം. ചായ